വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദി ലീഡ്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളിന്ന് ഫ്രീ ഫയറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ അക്കൗണ്ടിൻ്റെ കളക്ഷൻ വീഡിയോ ആണ് ഗൈസ്. സോ ഇന്ന് നമ്മൾ കളക്ഷൻ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അക്കൗണ്ടും കാര്യങ്ങളും. ചെറിയൊരു അക്കൗണ്ടാണ് ഗൈസ്. ഇതെന്താ ലോഡായി. ഇതാണ് ഗൈസ് എൻ്റെ അക്കൗണ്ട്. അത്ര വലിയ അക്കൗണ്ടൊന്നുമില്ല, 52 ലെവലൊക്കെ ഉണ്ട്. പിന്നെ ഗൈസ് പറയാൻ വന്നത് ഇതാണ് എൻ്റെ ID. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതുകൂടെ കളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ എൻ്റെ IDയിലേക്ക് റിക്വസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഈ എൻ്റെ അക്കൗണ്ടിൽ. പിന്നെ എലൈറ്റ് ഹീറോയ്ക്കാണ്. പിന്നെ ഗിൽഡ് സ്പാരോസ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വെപ്പൺ കളക്ഷനിൽ പോവാം. വെപ്പൺ കളക്ഷനൊന്നും അത്ര വലിയ വെപ്പൺ കളക്ഷനൊന്നും ഇല്ല ഗൈസ്. അപ്പോൾ M4A1 എനിക്ക് ഇല്ലയെന്ന് വെച്ചാൽ ഗൈസ് ഒരു സ്കിന്നാണ്. ഈ സോംബി അറ്റാക്കിൻ്റെ ഈ അടുത്ത് വന്നൊരു സ്കിന്നാണ്. പിന്നെ AKക്ക് ഒരു സ്കിന്നാണുള്ളത്, മറ്റേ പെർമനൻ്റ് അല്ല. ഇതും ഒരു ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. എനിക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് ഓർമ്മയില്ല. പിന്നെ M14നും ഒരു സ്കിന്നേ ഉള്ളൂ. ഇത് മറ്റേ വെപ്പൺ റോയിലെ ഒരു സ്കിന്നാണ്. പിന്നെ സ്കാറിന് എനിക്ക് സ്കിന്നില്ല, ഇത് പെർമനൻ്റ് അല്ല. പിന്നെ ഗ്രോസയ്ക്ക് എനിക്ക് 3 സ്കിന്നാണുള്ളത്. ഇത് രണ്ടും BR ഇത് റിവാർഡിൽ കിട്ടിയതാണ്, റാങ്കിൻ്റെ. ഇത് വെപ്പൺ റോയലാണ്. പിന്നെ ഫമാസിൻ്റെ ഒരു സ്കിന്നാണുള്ളത്, ഇതും വെപ്പൺ റോയലാണ്. പിന്നെ എക്സമേറ്റ് എനിക്കറിയാമല്ലോ, ഇപ്പോഴത്തെ വെപ്പൺ റോയൽ എക്സമേറ്റിക്ക് ഒരു സ്കിന്ന്. A94നും ഒരു സ്കിന്നാണ്. ഇത് ഏത് ഇവൻ്റാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഗൈസ്. പിന്നെ AUGക്ക് 2 സ്കിന്നാണുള്ളത്. ഇത് ബുയാ പാസിൻ്റെ ഫ്രീ ആയിട്ട് കൊടുത്തത്. ഇതും ബുയാ പാസ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ പെരാഫലിന് 2 സ്കിന്നാണ് ഗൈസ് ഉള്ളത്. ഇത് രണ്ടും ഒരു ബുയാ പാസിൻ്റെതും ഒന്ന് റാങ്ക് ഇവൻറ്റുമാണ് ഗൈസ്. പിന്നെ കിങ് ഫിഷറിന് എനിക്ക് 2 സ്കിന്നാണുള്ളത്. ഒന്ന് ഗോൾഡ് റാങ്ക് അടിച്ചതിൻ്റെനും പിന്നെ ഒരു വെപ്പൺ റോയിലാണ് ഗൈസ്. പിന്നെ G36ന് ഈ ഒരു സ്കിന്നാണ് ബുയാ പാസിൽ പെർമനൻ്റ് ഉള്ളത്. വേറെ ഇത് പെർമനൻ്റ് അല്ല, ഒരു സ്കിന്നേ ഉള്ളൂ. പിന്നെ SKസിന് എനിക്ക് സ്കിന്നില്ല. SVDക്ക് ഒരു സ്കിന്നാണുള്ളത്, വെപ്പൺ റോയിലിൻ്റെ. പിന്നെ വുഡ് പെക്കറിന് 2 സ്കിന്നുണ്ട് ഗൈസ്. ഒന്ന് ഇത് സീസൺ 34ൻ്റെ ഒരു സ്കിന്നാണ്. പിന്നെ പപ്പറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞ ബുയാ പാസിൻ്റെതും. പിന്നെ ACATക്ക് ഒരു സ്കിന്നാണ് ഗൈസ് ഉള്ളത്. അതും സീസൺ 33 BR റാങ്കിൻ്റെ ഒരു ഇവൻ്റ് കിട്ടിയാണ്. പിന്നെ ഇത് M60ക്ക് എനിക്ക് ഒരു സ്കിന്നാണ് ഗൈസ് ഉള്ളത്. മെഷീൻ ഗണ്ണിന് സ്കിന്നില്ല. M249 ഇത് ഏത് സ്കിന്നാണെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞില്ല ഗൈസ്. പിന്നെ ഇത് മറ്റേ ബ്രേസി കോർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഡിന്. പിന്നെ SMGക്ക് എനിക്ക് UMPക്ക് ക്രാഫ്റ്റ് ലാൻഡിൻ്റെ സ്കിന്ന്. പിന്നെ ഈ ഒരു ബുയ്യ ഇവൻറ്റിൻ്റെതും വെപ്പൺ റോയിലുമാണ് ഗൈസ് ഉള്ളത്. പിന്നെ MP5ന് എനിക്ക് പെർമനൻറ്റ് സ്കിന്നില്ല. VSSന് എനിക്ക് സ്കിന്നില്ല. MP40ക്ക് എനിക്ക് 3 സ്കിന്നാണുള്ളത് ഗൈസ്. ഒന്ന് ഈ ഗോൾഡൻ ക്രാക്കറും ഈ സീസൺ 23ൻ്റെ റാങ്ക് പുഷും പിന്നെ ടൈറ്റാനിയം ഗൈസ്. പിന്നെ P90ക്ക് ഈ അച്ചീവ്മെൻറ്റിലെ ഈ ഫിയറി ഫാൻറ്റസി എന്ന് പറഞ്ഞ സ്കിന്നാണ് ഗൈസ് ഉള്ളത്. ഈ ഗണ്ണിന് സ്കിന്നില്ല. ഇതിന് സ്കിന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇതുവരെ വന്നിക്കൊന്ന്. തോംസണിനും എനിക്ക് ഒരു സ്കിന്നേ ഉള്ളൂ ഗൈസ്, ഇത് റാങ്ക് എക്സ്ക്ലൂസീവാണ്. പിന്നെ വെക്ടറിനും ഇത് ഏതോ ഒരു ഇവൻറ്റിലാണ്, കറക്റ്റ് അറിയത്തില്ല. മാക്ടറിനും ഒരു സ്കിന്നാണുള്ളത്, ഇതും ബുയ്യാ പാസ് ഇവൻറ്റിൽ കൂടെ തന്നതാണ്. പിന്നെ M10 എനിക്ക് പെർമനൻറ്റ് സ്കിന്നില്ല ഗൈസ്. പിന്നെ സ്പാസിനും സ്കിന്നില്ല, M80ക്കും സ്കിന്നില്ല ഗൈസ്. പിന്നെ മാഗിന് എനിക്ക് 2 സ്കിന്നുണ്ട്. ഒന്ന് ഈ ഒരു സ്കിന്ന് ഷാഡോ എന്ന് പറഞ്ഞിട്ടുള്ള, പിന്നെ ഈ ഒരു മാഗും. പിന്നെ ചാർജ് ബസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്കിന്നാണ് ഗൈസ് ഉള്ളത്, ഇതും റാങ്ക് എക്സ്ക്ലൂസീവാണ്. പിന്നെ ഇതൊരു ട്രോഗൻ്റെ സ്കിന്നാണ്, ഇത് മറ്റേ ടോപ്പ് ക്രിമിനലിൻ്റെ ഇവൻ്റിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ സ്നൈപ്പറിലേക്ക് വരികയാണ്. AWMത്തിന് എനിക്ക് ഈ ഒരു ഇൻഡസ്ട്രിയലർ എന്ന് പറഞ്ഞ മറ്റേ ബുയ്യാ പാസിൻ്റെ ഇതിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ കാർ 98 ആണ്, അതിനും എനിക്കൊരു സ്കിന്നേ ഉള്ളൂ, ഇതും സീസൺ എക്സ്ക്ലൂസീവാണ്. പിന്നെ M8 ആണെങ്കിൽ ഈ അടുത്ത് വന്നൊരു ചൂസ് ഇവൻറ്റിൽ കിട്ടിയതാണ്. പിന്നെ M24 എനിക്ക് സ്കിന്നില്ല, ഹീൽ സ്നൈപ്പറിനുമില്ല. പിന്നെ VSന് ഈ VSK94 എന്ന് പറഞ്ഞ സ്കിന്നിന് ഇതാണുള്ളത്, ഫ്രീ ആയിട്ട് കിട്ടിയത്, റാങ്ക് എക്സ്ക്ലൂസീവ്. പിന്നെ പിസ്റ്റലിൻ്റെ കാര്യത്തിലാണ് USPക്ക് എനിക്ക് സ്കിന്നില്ല.
ഡെസേർട്ട് ഈഗിളിന് ഈ ഒരു ഇതാണ് ഇതിൽ ബുയാപ്പാസ് ഇവൻറ്റിലെ. പിന്നെ G18-നും സ്കിന്നില്ല. പിന്നെ ബേബി ഷോട്ട് ഗണ്ണിന് സ്കിന്നില്ല. M500-ന് ഈ ഒരു സ്കിന്നാണുള്ളത് ബുയാപ്പാസിൽ നിന്ന് കിട്ടിയ. പിന്നെ M1970-ന് ഈ ഒരു ക്രൗണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു സ്കിന്നും പിന്നെ റാങ്ക് എക്സ്ക്ലൂസീവും. USPക്ക് റാങ്ക് എക്സ്ക്ലൂസീവ് മാത്രമേ ഒരു സ്കിന്നുള്ളൂ. പിന്നെ മിനിയൂസിക്ക് എങ്കിൽ 2 സ്കിന്നാണ് ഗൈസില്ല. ഒന്ന് വെപ്പൺ റോയലും പിന്നെ ഗോൾഡ് ഇതും റാങ്ക് എക്സ്ക്ലൂസീവ്. ഹീൽ പിസ്റ്റലിനും ഹാൻഡ് ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. പിന്നെ ഗൈസ് പിന്നെ മിലിയാണ്. മിലിക്ക് 4 സ്കിന്നാണുള്ളത്. ഒന്ന് ഈ ഒരു നട്ടി ക്വേക്ക് എന്ന് പറഞ്ഞതും, ഈ ഒരു മോക്കോമന്ത്, പിന്നെ ഈ ഒരു എർത്ത് ഷെയ്ക്കർ, പിന്നെ ഈ ഒരു ഗ്യൂ സ്റ്റൈൽ. പിന്നെ പെരാങ്ങിന് 2 സ്കിന്നാണുള്ളത്. ഒന്ന് ഈ കാറ്റാസ്ട്രോഫ് സ്ലേഷർ എന്തോ ഒരു സാധനം, പിന്നെ സ്നോ സ്ലൈസർ എന്ന് പറഞ്ഞൊരു സ്കിന്നുമാണ് ഗൈസ്. ബാറ്റിന് എനിക്കൊരു സ്കിന്നാണുള്ളത്. സ്ട്രോംബ്രിങ്ങർ സ്വിങ്ങും കറ്റാനയ്ക്ക് ഒരു 2 സ്കിന്നാണ് ഗൈസ് ഉള്ളത്. ഒന്ന് ലെജൻഡറി ഈ ഒരു ടോപ്പ് ഇവൻറ്റ് നീട്ടിയതാണ്. പിന്നെ ഇത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. പിന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിൽ നിന്ന് കിട്ടിയ ഒരു സ്കൈത്ത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ, അച്ചീവർ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ FF നൈഫിന് സ്കിന്നൊന്നുമില്ല. പിന്നെ ഫിസ്റ്റിലേക്ക് വേണമെങ്കിൽ ഫിസ്റ്റിനും സ്കിന്നില്ല ഗൈസ്. പിന്നെ ഗ്രനേഡിന് വരുമ്പോൾ എനിക്ക് 9 സ്കിന്നുണ്ട് ഗൈസ്. ഇതൊക്കെയാണ്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചങ്ങ് വിടുകയാണ്. കുറച്ച് സ്കിൻസേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു എടുത്ത് വന്ന ഈ ഒരു സ്കിന്നാണ് പാരഡോക്സ് ഇവൻറ്റിൻ്റെ. പിന്നെ സ്മോക്കിന് പിന്നെ ഇല്ലല്ലോ. പിന്നെ ഗ്ലൂവാളിന് എനിക്ക് ഒറ്റ ഒരു സ്കിന്നാണ് ഗൈസിൽ, ഈ ഒരു ഡീമൺ സ്ലെയറിൻ്റെ. വേറെ സ്കിന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു അതർ സ്കിന്നിൽ എനിക്ക് ഈ M79 മാത്രമേ സ്കിന്നുള്ളൂ. വേറെ ഒന്നിനും സ്കിന്നും കാര്യങ്ങളും ഇല്ല. അപ്പോൾ വെപ്പൺ കളക്ഷൻ അവിടെ കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് വാൾട്ടിലേക്ക് പോവാം. വാൾട്ടിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ഈ ഒരു തൊപ്പീൻ്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു ഇതുണ്ട്. പിന്നെ ഈ ഒരു ഡീമൺ സ്ലെയറിൻ്റെ ഒരിത്, പിന്നെ ഈ റാംപേജ് ഇവൻറ്റിൻ്റെ, പിന്നെ ഈ ഒരു ദീപാവലി ഇവൻറ്റിൻ്റെതും, പിന്നെ ഈ ഒരു മാജിക് ക്യൂബിൻ്റെ തല ബണ്ടിൽ, പിന്നെ ഈ ഒരു വിൻ്റർലാൻഡിൻ്റെ ഇവൻറ്റ്, പിന്നെ ഈ ഒരു മിസ്റ്ററി ഷോപ്പിലാണെന്ന് തോന്നുന്നു ഈ ഒരു ബണ്ടിൽ, പിന്നെ ഈ ഒരു ഗോൾഡ് റോയൽ, പിന്നെ ഒരു അലോക്കിൻ്റെ ബണ്ടിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു 6th ആനിവേഴ്സറീൻ്റെ ഇത് തൊപ്പി, പിന്നെ വേറൊരു ഗോൾഡ് റോയൽ, പിന്നെ ഈ റാങ്ക് ഇവൻറ്റിൻ്റെ ഇത് തലമുടിയാണ്. പിന്നെ ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. ഏതൊരു ബണ്ടിലാണ് ഇത്. FF ടോക്കൺ വെച്ച് റെഡീം ചെയ്താന്ന് തോന്നുന്നു. പിന്നെ ഇത് ഏതായാലും ഇവൻറ്റ്, ഇത് മറ്റേ 9-1 പറയുന്ന ഒരു ഇതില്ലേ, ആ ടോക്കൺ വീലിൻ്റെ ആ ഒരു ഇവൻറ്റിൽ നിന്ന് എടുത്ത് ജസ്റ്റ് 9 ഡയമണ്ട്സിൽ നിന്ന് എടുത്തൊരു ബണ്ടിലാണ് ഗൈസ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു റാങ്കിൻ്റെ ഇവൻ്റാണ് ബണ്ടിൽ. ഇത് ഫുൾ ബണ്ടിലല്ല. പിന്നെ ഈ ഒരു ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ ബണ്ടിൽ, പിന്നെ ഈ ഒരു FF ടോക്കൺ വെച്ച് റെഡീം ചെയ്തത്, പിന്നെ ഈ ഒരു വീണ്ടും ഒരു റാങ്കിൻ്റെ ഈ റാങ്ക് ടോക്കൺസ് വെച്ച് ചെയ്തത്, പിന്നെ ടോപ്പ് അപ്പ് ഇവൻറ്റിൻ്റെ ബണ്ടിലാണ് ഗൈസ്. പിന്നെ വരുന്നത് ഈ അടുത്ത് വന്നത് മറ്റേ ഹോളി റിംഗ് എന്ന് എടുത്തൊരു ബണ്ടിലാണ്. പിന്നെ ഈ ഒരു പുതിയ FF ടോക്കൺ വെച്ച് എടുത്തത് ഒരു ബണ്ടിൽ, പിന്നെ ഈ ഒരു അതേ ദീപാവലി ഇവൻറ്റിൽ തന്നെ ചെയ്തെടുത്തൊരു ബണ്ടിലാണ് ഗൈസ്. പിന്നെ ഈ ഒരു റാങ്കിൻ്റെത്, പിന്നെ ഈ ഒരു ബണ്ടിലാണ് ഗൈസ് വരുന്നത്. ഇതും ഫസ്റ്റത്തെ പണ്ട് വന്നൊരു ഗോൾഡ് റോയലാണ്. പിന്നെ ഇത് ഗോൾഡ് റോയലായിരുന്നു. ഇത് ബഡ്ഡിമാർട്ടാന്ന് തോന്നുന്നത്. പിന്നെ ഈ ഒരു തല ഇത് കാണിച്ചു തന്നെ. പിന്നെ ഈ ഒരു ഇവൻറ്റിൽ വന്ന ഈ ഒരു മുട്ടത്തല. പിന്നെ ഇത് ഡ്രോപ്പിൽ നിന്ന് എടുത്ത ഒരു മറ്റേ ഗാങ്സ്റ്റർ ബണ്ടിലാണ്. പിന്നെ ഈ ബുയാപ്പാസിൻ്റെ ഇവൻറ്റിലെ തൊപ്പി, പിന്നെ ഈ ഒരു കളി തുടങ്ങും ഈ ഒരു ബണ്ടിൽ. പിന്നെ വേറൊന്നുമില്ല. പിന്നെ ഫീമെയിൽ ബണ്ടിൽസാണ് ഗൈസ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇപ്പം ഡ്രസ്സിൻ്റെ ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലേ. ഇതൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഞാൻ പെട്ടെന്ന് അടിച്ചിട്ട് ഈ ഹീറോയ്ക്ക് അടിച്ചതിൻ്റെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു ജേഴ്സീസൊക്കെയാണ് ഉള്ളത്. പിന്നെ
ഈ മെയിൻ ബണ്ടിൽ ഇതാ ഇവിടെ രണ്ടെണ്ണമാണുള്ളത്. ഒന്ന് ഈ ആന ബണ്ടിലും പിന്നെ ഈ ഒരു ബ്ലാക്ക് ബണ്ടിലുമാണ് ഗൈസ് ഉള്ളത്. പിന്നെ ഇമോട്ടിലെങ്കിൽ 14 ഇമോട്ടാണ് ഗൈസ് ഉള്ളത്. ഒന്ന് നമ്മളെ സൂ ബണ്ടിൽ സൂ ഇമോട്ട്, പിന്നെ ഈ ഒരു ടോപ്പ് ഇവൻറ്റ്, പിന്നെ ഈ ഒരു ഇമോട്ട്, പിന്നെ ഈ അടുത്ത് വന്ന പാരഡോക്സിൻ്റെ, പിന്നെ വിൻ്റർലാൻഡ്സ്, പിന്നെ റാങ്ക് 24ൻ്റെ ഇമോട്ട് ഡൗൺ വാഗിൻ്റെ, പിന്നെ ഈ ഒരു ഗോൾഡ് റോയലിൽ നിന്ന് കിട്ടിയ, പിന്നെ ഹായ് ഇമോട്ട്. ഇത് രണ്ടും പെർമനൻ്റ് അല്ല, മറ്റേ റാങ്കിൻ്റെയാണ്. പിന്നെ ഈ ഒരു ഇമോട്ട്, ഈ സ്കോർപ്പിയോ ഹോണർ സ്കോർ, പിന്നെ ഈ ഒരു ഇമോട്ടും. പിന്നെ ഇതിലൊന്നും എനിക്ക് വരുന്നില്ല ഗൈസ്. പിന്നെ കളക്ഷനിൽ ബാക്ക് പാക്കിന് ഇതൊക്കെയാണ് എനിക്ക് എൻ്റെ സ്കിൻസ് എന്ന് വെച്ചാൽ. ലൂട്ട് ബോക്സിനും ഇതൊക്കെ തന്നെയാണ്. പാരഷൂട്ടിന് 26 സ്കിന്നാണ് ഗൈസ് ഇല്ല, ഇതൊക്കെ തന്നെയാണ്. പിന്നെ സ്കൈവിങ് എനിക്കില്ല. പിന്നെ എന്തായാലും സർഫ് ബോർഡിന് എനിക്ക് ഇതൊക്കെയാണ് ഉള്ളത്, വലിയ കളക്ഷനൊന്നുമില്ല ഗൈസ്. പിന്നെ പിന്നെ വെഹിക്കിളിന് കാറിന് 2 സ്കിന്നാണുള്ളത്, ഇതും. പിന്നെ ബൈക്കിന് ഇത് 3ആണുള്ളത്, ഞാനിതാണ് ഉപയോഗിക്കൽ. പിന്നെ മോട്ടോർസൈക്കിളിന് ഈ ഒരു ഒറ്റ സ്കിന്നേ ഉള്ളൂ. പിന്നെ ഈ ഒരു പിക്കപ്പ് ട്രക്കിനും ഈ ഒരു സ്കിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജീപ്പിനെങ്കിൽ 3 സ്കിന്നാണ് ഗൈസ് ഉള്ളത്, അതിൽ ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. പിന്നെ ഈ ഒരു വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്കും എനിക്ക് സ്കിന്നില്ല ഗൈസ്. പിന്നെ പ്രൊഫൈൽ അവതാർ പിന്നെ 2 എണ്ണവും അവതാർ 105 എണ്ണവും, ഈ ബാനേഴ്സ് 85 എണ്ണമാണ്, 86 എണ്ണമാണ് ഗൈസ് എൻ്റെ അടുത്തുള്ളത്. പിന്നെ ഇതൊക്കെ വേറെ ഒന്നുമില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെ കളക്ഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഇതാ അക്കൗണ്ടിൽ ഞാൻ വീണ്ടും കാണിച്ചു തരാം. 7 BR എംബ്ലവും CS 5 എംബ്ലമാണ് ഗൈസ് ഉള്ളത്. അപ്പോൾ ഇതാണ് ഈ വീഡിയോ. ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ നിങ്ങൾക്ക് കളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് അയച്ചോ, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക ഗൈസ്. ഞാൻ ഇതാക്കുന്നതാണ്, റിക്വസ്റ്റ് ഇടുന്ന ഫ്രണ്ട് ആക്കുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്, വേറൊന്നുമില്ല. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കലക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.